എന്തായാലും കാലം അതൊക്കെ പതുക്കെ മായ്ച്ചു തുടങ്ങിയിരിക്കുന്നു. കൂടുതൽ നമ്മളായിട്ടെടുത്ത് പുറത്തിടണ്ട. മതപ്പാടിലായിരുന്ന ഗോവിന്ദനെ അന്ന് അഴിച്ചു നടത്തിച്ചത് ആരുടെ ബുദ്ധിയായിരുന്നു എന്ന കാര്യം മാത്രം ഇപ്പോഴും പ്രസക്തമാണ്. പഴയതെല്ലാം മറന്ന് ഗോവിന്ദൻ ഇന്ന് നല്ല കുട്ടിയാണ്. അല്ലെങ്കിൽ അമ്പലത്തിനുള്ളിൽ നിന്നും ഏകദേശം 5-6 കിലോമീറ്റർ ഇറങ്ങി ഓടുന്നതിനിടയിൽ ആരെയെങ്കിലുമൊക്കെ ഉപദ്രവിക്കേണ്ടതല്ലേ, പ്രത്യേകിച്ച് വെളുപ്പാങ്കാലത്ത്. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്തില്ല. എന്ന് മാത്രമല്ല, ചില വണ്ടികൾക്കും പ്രഭാത സവാരിക്കാർക്കും ചന്തയിലേക്ക് പച്ചക്കറികളും കൊണ്ടുപോയവർക്കുമെല്ലാം ഇവൻ വഴി ഒഴിഞ്ഞു നിന്നു കൊടുത്തു. ഒന്ന് പോവാശാനെ എന്ന മട്ടിൽ. നിങ്ങൾ എന്നെ കയറി പിടിച്ച് കലിപ്പുകളൊന്നും ഉണ്ടാക്കരുത് എന്ന് തുമ്പിക്കൈ വീശി പറയുകയും ചെയ്തു. കണ്ടവരൊക്കെ ഒന്ന് നിന്നു. അത് കണ്ടപ്പോൾ ഗോവിന്ദനും അല്പം രസം തോന്നി. ആരാധകരുണ്ടാകുമ്പോൾ ആരുടെ ഹൃദയമാണ് ഒന്ന് തരളിതമാകാത്തത്? അറിയാതെ ഒരു തലപ്പൊക്കം അപ്പോൾ ആർക്കും ഉണ്ടായിപ്പോകും. അതിന് കാലവും സമയവും ഒന്നുമില്ല. എണീക്കാൻ വയ്യാതെ കട്ടിലിൽ കിടപ്പാണെങ്കിലും ചാടി എഴുന്നേൽക്കും. പഴയ വീമ്പെല്ലാം എടുത്ത് പുറത്തിടും. അതൊരു സന്തോഷമാണല്ലോ. ചങ്ങലക്കെട്ടുകളൊന്നുമില്ലാതെ, ചട്ടക്കോലൊന്നുമില്ലാതെ പുറത്തിറങ്ങിയപ്പോൾ അതാ വമ്പിച്ച ഒരു കൂട്ടം ആരാധകർ. ആനയാണെങ്കിലും ഒരു നിമിഷ നേരം മനുഷ്യരെപ്പോലെ ഒന്ന് ഇളകിപ്പോയി. സത്യത്തിൽ വെള്ളത്തിൽ ചാടണമെന്നോ പുഴയിൽ ഇത്രയും നേരം നീന്തി കുളിക്കണമെന്നോ ഇത്രയും അധികം കാഴ്ചക്കാരെ ഉണ്ടാക്കണമെന്നോ ഉള്ള വിചാരങ്ങളൊന്നുമില്ലായിരുന്നു. സംഗതി കൈവിട്ടുപോയി. കുളമായ സ്ഥിതിക്ക് നന്നായിട്ടൊന്ന് അലക്കാം എന്ന് കരുതി. അത്രമാത്രം. അതെ, അത്രമാത്രം. തൃപ്പൂണിത്തുറയിലെ പൂർണ്ണത്രയീശ്വര ക്ഷേത്രത്തിൽ തൃശ്ശൂരിൽ നിന്നും നിത്യശീവേലിക്കായി വന്നതായിരുന്നു രവിപുരം ഗോവിന്ദൻ. ദൈവങ്ങളിൽ ആനക്കമ്പക്കാരായി നിരവധി പേർ ഉണ്ടെങ്കിലും മഹാവിഷ്ണുവും ഗുരുവായൂരപ്പനുമാണ് അതിൽ പ്രധാനികൾ. ദിവസവും ആനകളെ കാണണം എന്നത് ഇവർക്കൊരു നിഷ്ഠയാണ്. പൂർണ്ണത്രയീശ്വരനായ മഹാവിഷ്ണുവിന് ദിവസവും 2 നേരമെങ്കിലും ആനകളെ കാണണം. അതിൻ പ്രകാരമാണ് നിത്യശീവേലിക്ക് രാവിലെയും വൈകുന്നേരവും ആനകളെ എഴുന്നള്ളിക്കുന്നത്. തൃപ്പൂണിത്തുറയിലെ പൂർണ്ണത്രയീശ്വര ക്ഷേത്രത്തിലെ ആനയായ ശ്രീരാമൻ ഇപ്പോൾ മതപ്പാടിലാണ്. ശ്രീരാമന് പകരം ശീവേലി എടുക്കാനാണ് ഗോവിന്ദൻ എത്തിയത്. വന്നതിലൊന്നും വിഷമമില്ല. മഹാവിഷ്ണുവിൻ്റെ സന്നിധിയിലല്ലേ വന്നത്, എന്തിനു വിഷമിക്കണം? മാത്രമല്ല, അങ്ങ് തിരുവനന്തപുരത്ത് ഗോവിന്ദൻ ഇപ്പോൾ സ്റ്റാറല്ലേ. എത്ര കോടിയുടെ പുറത്താണ് ആ പ്രസിദ്ധമായ ശയനം. മാത്രമല്ല, ഇക്കണ്ട ലോകം മുഴുവൻ അറിഞ്ഞില്ലേ എവിടെ നിന്നെല്ലാമാണ് അവിടേക്കിപ്പോൾ ആൾക്കാർ വരുന്നത്. തിരുവനന്തപുരത്തുകാരുടെ ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടുത്തിയതിൽ ഒരു കള്ളച്ചിരി ഉണ്ട് ആ മുഖത്ത്. അതൊക്കെ ആദ്യ ദിവസം തന്നെ ശ്രദ്ധിച്ച കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഇറങ്ങി ഓടുന്നത് രാവിലെ ശീവേലിക്ക് മുന്നേ കുളിപ്പിക്കുവാനായി അമ്പലത്തിനുള്ളിലെ വാട്ടർ ടാങ്കിന് അരികിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്. പാപ്പാൻ ശ്യാം നമ്മുടെ നാടൻ പ്രയോഗത്തിൽ പറയുകയാണെങ്കിൽ അല്പം ഇഞ്ചിയാണ്. അതായത് നല്ലൊരു ശുണ്ഠിക്കാരൻ. 100ക്ക് 100 താൻ കൈകാര്യം ചെയ്യുന്ന ആനകൾ തൻ്റെ വരുതിക്ക് നിൽക്കണം എന്നതാണ് ശ്യാമിൻ്റെ നിഷ്ഠ. ഗോവിന്ദൻ്റെ ചരിത്രം അറിയാവുന്നവർക്ക് അത്തരം കടുംപിടുത്തങ്ങളുണ്ടെങ്കിൽ അല്പം മസിൽ അയക്കേണ്ടി വരും. ശ്യാം അതിനൊട്ട് തയ്യാറുമല്ല. കട്ടയ്ക്ക് കട്ട പിടിക്കും. നീ 10 ഞാൻ 100 എന്ന മട്ടം. അങ്ങനെയുള്ള ഒരു ചെറിയ പിണക്കത്തിൽ നിന്നാണ് ഈ ഇറങ്ങി ഓട്ടം. ശ്യാം പിന്നാലെ വന്നെങ്കിലും ഒന്ന് പോടേ എന്ന മട്ടിൽ ഗോവിന്ദൻ നടന്നു. നിന്റെ വലിപ്പം നിന്റെ കയ്യിലിരിക്കട്ടെ. എൻ്റെ രക്തം ബീഹാറാണ്. നീ നിന്റെ നാട്ടിലെ ആനകളുടെ അടുത്ത് കാണിക്കുന്നതൊന്നും എന്നോട് വേണ്ട എന്ന തലയെടുപ്പോടെ നടന്ന് ആദ്യം സ്റ്റാച്യു ജംഗ്ഷനിൽ, അവിടെ നിന്ന് ലായം റോഡ് വഴി വൈറ്റിലയിൽ. ഇതിനിടയിൽ ധാരാളം പേർ തട്ടിയും മുട്ടിയും കടന്നുപോയി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞു. ചിലർക്ക് സലാം കൊടുത്തു. പഴവും ശർക്കരയും വേണമെങ്കിൽ നിന്ന് വാങ്ങാമായിരുന്നു. പക്ഷേ ആരാധകർ വല്ലാതെ കൂടി വന്നപ്പോൾ ഗോവിന്ദന് നിൽക്കാനായില്ല. ആ ഓട്ടമാണ് പൂണിത്തുറ പുഴയിൽ ചെന്ന് നിന്നത്. രാവിലെ ആയതുകൊണ്ട് പുഴയിലെ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു. നല്ലൊരു കുളി പുഴയിലൊക്കെ ഇറങ്ങി നടത്തിയിട്ട് 5-6 നാൾ കഴിഞ്ഞെന്നോർത്തപ്പോൾ ഈ താരത്തിന് ഒന്ന് ഉഷാറായി കളയാം എന്ന് തോന്നി. പൂഴിയിലെ കുളിയും പുഴയിലെ കുളിയും ആനകൾക്കെന്നും പ്രിയങ്കരമാണെന്ന് അറിയാമായിരുന്നിട്ടും ചുറ്റും കൂടിയവർക്ക് അങ്കലാപ്പായി. ഇവനിത് എവിടേക്കെന്ന് ചോദിച്ച് പലരും ഉത്കണ്ഠപ്പെട്ടു. ഗോവിന്ദൻ നന്നായി മുങ്ങി ഉയർന്നു. പിന്നെയും മുങ്ങി.
തുമ്പിയിൽ നിറയെ വെള്ളം നിറച്ച് ചീറ്റി ഒഴുക്കിനൊപ്പം അലഞ്ഞു. അപ്പോഴേക്കും വലിയ ഒരു ജനാവലി അവിടെ എത്തിച്ചേർന്നിരുന്നു. ശ്യാം കരയിൽ നിന്ന് നടത്തിയ ശാസനകളോ ഭീഷണികളോ തെല്ലും വകവയ്ക്കാതെ രവിപുരം ഗോവിന്ദൻ നീന്തി നടന്നു. അതിനിടയിൽ വള്ളങ്ങളെത്തി ഉത്സാഹശാലികൾ അതിൽ കയറി ഗോവിന്ദൻ്റെ അടുത്തേക്ക് തുഴഞ്ഞു. ശ്യാമും ഒരു വള്ളത്തിൽ കയറി. ആൾക്കൂട്ടം ഇരു കരയിലുമായി തടിച്ചുകൂടി. ചിലർ പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകളിൽ കയറിയിരുന്ന് തുഴച്ചിൽക്കാരെ പ്രോത്സാഹിപ്പിച്ചു. ശ്യാം എറിഞ്ഞുകൊടുത്ത പഴമൊന്നും ഗോവിന്ദൻ തൊട്ടില്ല. അവൻ പടിഞ്ഞാറേക്ക് നീന്തി. നല്ല ഒഴുക്കുള്ള നദിയിൽ ഗോവിന്ദൻ ഒരു വേള തലയോളം താഴ്ന്നു. കണ്ണുകളിൽ ജലം തൊട്ടില്ല എന്ന മട്ടിൽ താളമിട്ടു. ഗോവിന്ദൻ വെള്ളത്തിലേക്ക് താഴുമ്പോൾ ആൾക്കൂട്ടം കൂടുതൽ ഒച്ച വെച്ചു. ജീവിതത്തിൽ ആദ്യമെന്നോണം അവൻ്റെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. വേമ്പനാട് കായൽ കഴിഞ്ഞ മഴക്കാലത്ത് സുന്ദരിയായി കഴിഞ്ഞിരുന്നു. ശ്യാമിനെ അവനൊരു വെള്ളപ്പാട് അകലെ വെച്ച് കണ്ടു. അതോടെ നീന്തൽ കൂടുതൽ ഊർജിതമാക്കി. ഒപ്പം നീന്തിയെത്തി ഗോവിന്ദനെ തളയ്ക്കാനാവുകയില്ല എന്ന് മനസ്സിലാക്കി ശ്യാമും കൂട്ടരും ചമ്പക്കരയ്ക്കടുത്തുള്ള ഗന്ധർവക്ഷേത്ര കടവിലേക്ക് നീങ്ങി. തുഴഞ്ഞു ചെന്ന് അവിടെ കാത്തുനിന്നു. കടവിലേക്ക് ആൾക്കൂട്ടവും ഒഴുകിയെത്തി. കണക്കുകൾ പിഴച്ചില്ല. ഗോവിന്ദൻ കടവിലേക്ക് തന്നെ നീന്തി വന്നു. ശ്യാം വള്ളത്തിൽ നിന്നും നീന്തി ചെന്ന് ഗോവിന്ദനെ പിടിച്ചു. പാപ്പാൻ്റെ മുന്നിൽ മര്യാദക്കാരനായ ഒരു കുട്ടിയെപ്പോലെ അവൻ നിന്നു. ആൾക്കൂട്ടം ഓരോ ചലനത്തിലും ആഹ്ലാദിച്ചു. ആരവങ്ങൾ മുഴക്കി. ശ്യാം ഗോവിന്ദനെ വെള്ളത്തിൽ നിന്നും സാവധാനം കരയിലേക്ക് കയറ്റി.